ശ്രദ്ധിക്കുക, നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എന്ത് പറഞ്ഞു? ചാർജ് പറഞ്ഞു, ശരിയല്ലേ? എങ്ങനെ പ്ലസ് ചാർജ് ഉണ്ടാവും, മൈനസ് ചാർജ് ഉണ്ടാവും, എങ്ങനെ ഒരു അൺചാർജ്ഡ് ബോഡിനെ ചാർജ് ചെയ്യാം, മെത്തേഡുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ശരിയല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസാണ്. നമ്മൾ ചെറിയ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ചാർജിൻ്റെ, ലൈക്ക് ചാർജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി മെയിനായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് വരുന്നത്. അതിൽ 3 മെയിനായിട്ടുള്ളത്. ഒന്ന് അഡിറ്റിവിറ്റി ഓഫ് ചാർജാണ്, അഡിറ്റിവിറ്റി. രണ്ടാമത്തത് കൺസർവേഷൻ ഓഫ് ചാർജാണ്. മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 3 മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഒന്ന് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, സെക്കൻഡ് വൺ കൺസർവേഷൻ ഓഫ് ചാർജ്, തേർഡ് വൺ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഈ അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളതിന് ഇതേപോലത്തെ ഒരു ബോഡി ഉണ്ടാക്കി, ഏത് ഷേപ്പ് ബോഡി ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തുള്ള ചാർജ് ഇവിടെ പ്ലസ് Q1 എന്നുള്ളൊരു ചാർജ് ഉണ്ട്, ഇവിടെ പ്ലസ് Q2 എന്നുള്ളൊരു ചാർജ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ മൈനസ് Q3 എന്നുള്ളൊരു ചാർജ് ഉണ്ട്, ഇവിടെ പ്ലസ് Q4 എന്നുള്ളൊരു ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ബോഡീൻ്റെ അകത്ത് 4 ചാർജസ് ഉണ്ട്, ശരിയല്ലേ? ഇവിടെ പ്ലസ് Q1 ഉണ്ട്, ഇവിടെ പ്ലസ് Q2 ഉണ്ട്, ഇവിടെ മൈനസ് Q3 ഉണ്ട്, ഇവിടെ പ്ലസ് Q4 ഉണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണ്? നിങ്ങൾ എങ്ങനെയാണ് ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ ചാർജ് ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, പക്ഷെ സൈൻ വെച്ച് ആഡ് ചെയ്യണം. പ്ലസ് ആണെങ്കിൽ പ്ലസ് എടുക്കണം, മൈനസ് ആണെങ്കിൽ മൈനസ് എടുക്കണം. അപ്പോൾ നമ്മളെങ്ങനെ ആഡ് ചെയ്യാം? Q1 പ്ലസ് Q2 മൈനസ് Q3 പ്ലസ് Q4. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ടോട്ടൽ ചാർജ് കാണാൻ ഇൻഡിവിജ്വൽ ചാർജസ് ആൾജിബ്രൈക് സം എന്ന് പറയാം. ആൾജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ സൈൻ വെച്ച് ആഡ് ചെയ്യണം. പ്ലസ് ആണെങ്കിൽ പ്ലസ് എടുത്ത് ആഡ് ചെയ്യണം, മൈനസ് ആണെങ്കിൽ മൈനസ് എടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി. അപ്പോൾ അഡിറ്റിവിറ്റി പറയുന്നത് വെച്ചാൽ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. പ്ലസ് ആണെങ്കിൽ പ്ലസ് വെച്ച് ആഡ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് വെച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ആ മെത്തേഡിനെ നമ്മൾ എന്താ പറയുക? അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയാം, ശരിയല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മളറിയാം, നേരത്തെ നമ്മൾ ഗ്ലാസ് റോഡ്, സിൽക്ക് ക്ലോത്ത്, ഡ്രൈ ഹെയർ, കോമ്പ്, ഇതൊക്കെ പരസ്പരം റബ്ബ് ചെയ്തപ്പോൾ രണ്ടാൾക്കും ചാർജ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, മറ്റേ ബോഡിക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. പക്ഷെ നമ്മൾ ഇലക്ട്രോൺ ഇവിടെ ക്രിയേറ്റ്, അല്ലെങ്കിൽ ചാർജ് നമ്മൾ ക്രിയേറ്റും ചെയ്യുന്നില്ല, ഡിസ്ട്രോയും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ടോട്ടൽ ചാർജ് റിമെയിൻസ് കൺസേർവ്ഡ് ആയിരിക്കും. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പറയുന്ന പോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്താണ്? ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ടെടുക്കുന്ന സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക? കൺസർവേഷൻ ഓഫ് ചാർജ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തു, യുറേനിയം 92-238. അപ്പോൾ യുറേനിയം എടുത്തിട്ട് 92 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്നാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ ഈ പ്രോസസ്സിൽ യുറേനിയം ചില സമയത്ത് സ്പ്ലിറ്റ് ആവും. ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ യുറേനിയം സ്പ്ലിറ്റ് ചെയ്തിട്ട് തോറിയം പ്ലസ് ഹീലിയം ഉണ്ടാവും. ഹീലിയം നമുക്കറിയാം 2-4. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 234 വരും, ഇവിടെ 90 വരും, ശരിയല്ലേ? അപ്പോൾ യുറേനിയം എന്ന് പറഞ്ഞ എലമെൻറ്റ് സ്പ്ലിറ്റ് ആയി, തോറിയം വന്നു, ഹീലിയം വന്നു. ഇവിടെ 92 ഉണ്ട്, ഇവിടെ 92, ശരിയല്ലേ? 90 + 2 92, 234 + 4 238, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കാം, ഇതാണ് ബിഫോർ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഇവിടുത്തെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ Q ഈസ് നത്തിങ്, ഇവിടെ +92E അല്ലേ വരിക, അല്ലെങ്കിൽ +92 അല്ലേ? +92 പ്രോട്ടോൺസ് ഇല്ലേ? +90 അല്ലെങ്കിൽ 92 പ്രോട്ടോൺസ് ഇല്ലേ? 92 പ്രോട്ടോൺസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ
സ്പ്ലിറ്റ് നടക്കുന്നതിന് മുമ്പ് ഇയാളുടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 92 ആണ്. ഇപ്പം എന്ത് സംഭവിച്ചു? സ്പ്ലിറ്റിന് ശേഷം തോറിയത്തിൽ 90 പ്രോട്ടോൺ ഉണ്ട്, പ്ലസ് ഹീലിയത്തിൽ 2 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ വീണ്ടും 92 പ്രോട്ടോൺസ് കിട്ടൂലേ? ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം കാരണം ഇത് നമുക്ക് അറ്റോമിക് നമ്പർ എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതിൽ അവിടുത്തെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ 92 പോസിറ്റീവ് ചാർജ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ഇവിടെ 90 പ്ലസ് 2 92 വന്നു. ദാറ്റ് മീൻസ് ബിഫോറും ആഫ്റ്ററും സെയിം അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക? കൺസർവേഷൻ ഓഫ് ചാർജ്. ക്ലിയർ? ഇനി മൂന്നാമത് പറയുന്നത് വെച്ചാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഈ ക്വാണ്ടൈസേഷൻ പറയുന്നത് എന്താ വെച്ചാൽ ദ ചാർജ് ഓൺ എ ബോഡി is equal to integral multiple of charge of electron. അപ്പോൾ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ചാർജ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇത്രയുള്ള അതിൻ്റെ മീനിങ്. ഇപ്പോൾ നിങ്ങളുടെ ചാർജ്, ഇപ്പോൾ ഒരു ബോഡിയുടെ ചാർജ് Q ആണെങ്കിൽ Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ആണ്. Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്. എന്താണ്? 1 2 3 എക്സെട്രാസ്. E എന്ന് പറയുന്നത് ചാർജ് ആണ്. നമുക്കറിയാം 1.6 ഇൻറ്റു 10⁻⁻19 കൂടാം. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ അവിടെ പ്ലസ് വെച്ചെടുത്താൽ അത് പ്രോട്ടോൺ ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മൈനസ് വെച്ചെടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം രണ്ടാളുടെ വാല്യൂ സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഒരാൾ പറയും ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എപ്പോഴും ആർക്ക് തുല്യമാണ് പറഞ്ഞത്? പ്ലസ് ഓർ മൈനസ് എൻ ആയിരിക്കും. ദ ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾവേസ് ഈക്വൽ ടു, അതാണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്നിൻ്റെ വാല്യൂ ഞാൻ 1 എടുത്തു എന്ന് വിചാരിക്കുക. എൻ്റെ വാല്യൂ 1 എടുത്താൽ നിങ്ങൾ ചാർജിൻ്റെ സൈൻ നോക്കണ്ട, N 1 എടുത്തു വയ്ക്കുക. അപ്പോൾ Q1 എന്ത് കിട്ടും? Q1 is equal to 1.6 ഇൻറ്റു 10⁻⁻19 കൂളം കിട്ടും. ശരിയല്ലേ? അത് പ്ലസ് ആവാം മൈനസ് ആവാം. പ്ലസ് വന്നാൽ പോസിറ്റീവ് ചാർജ്, മൈനസ് വന്നാൽ നെഗറ്റീവ് ചാർജ്. കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നിങ്ങൾ N2 വന്നു എന്ന് വിചാരിക്കുക. N2 വന്നാൽ നിങ്ങളുടെ ബോഡിയുടെ ചാർജ് എത്രയായിരിക്കും? Q2 ഈക്വൽ ടു 2 ഇൻറ്റു 1.6 വരും. കാരണം 2 ഇൻറ്റു 1.6 വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും 3.2 ഇൻറ്റു 10⁻⁻19 കൂളം വരും. ശരിയല്ലേ? ഇനി N is equal to 3 വന്നാൽ എത്ര കിട്ടും? Q3 ഈക്വൽ ടു 1.6 ഇൻറ്റു 3 വരും. അപ്പോൾ 3.2 എത്ര കിട്ടും? 4.8 കിട്ടും. 4.8 ഇൻറ്റു 10⁻⁻19 കൂളം. അടുത്ത N4. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുള്ളൂ. അതാണ് ഈ ക്വാണ്ടൈസേഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എഴുതി N is equal to ഞാൻ 1.6 എനിക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ N is equal to 1.5 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ N-ൻ്റെ വാല്യൂ ഞാൻ 3/4 കൊടുത്തു, അല്ലെങ്കിൽ N-ൻ്റെ വാല്യൂ ഞാൻ 7.1 കൊടുത്തു, അല്ലെങ്കിൽ 8.3 കൊടുത്തു. ഇത്തരം വാല്യൂസൊക്കെ പോസിബിൾ ആണോ? അല്ല. ഈ വാല്യൂസ് ഒന്നും N-ന് അലൗഡ് അല്ല. N-ന് അലൗഡ് ആയിട്ടുള്ള വാല്യൂസ് 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4. അപ്പോൾ എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ്. അതാണ് അതിൻ്റെ മീനിങ്. All values are not allowed, only integral multiple of charge of electron. അപ്പോൾ ഒരു ബോഡിൻ്റെ ചാർജ് എപ്പോഴും ആർക്ക് തുല്യമായിരിക്കുന്നത്? Q is equal to plus or minus Q is nothing but equal to plus or minus N ആയിരിക്കും. അതിൽ N എന്ന് പറയുമ്പോൾ 1 2 3 എക്സെട്രാ. E എന്ന് പറയുന്നത് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂടാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചാർജ് 1.6 കിട്ടി, അടുത്ത 3.2, അടുത്ത 4.8. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ 1.6 കഴിഞ്ഞപ്പോൾ ഒരാൾ ഈ ഒരു വാല്യൂ എഴുതിയായിരിക്കാം 2.8 ഇൻറ്റു 10⁻⁻19 കൂളം. ഈ വാല്യൂ പോസിബിൾ ആണോ? അല്ല. കാരണം 1.6 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വാല്യൂ എത്ര കിട്ടുള്ളൂ? 3.2. അടുത്ത വാല്യൂ എത്ര കിട്ടുള്ളൂ? 4.2. ദാറ്റ് മീൻസ് എല്ലാ വാല്യൂസ് എന്തല്ല? അലൗഡ് അല്ല. N-ന് 1.1 1.2 അല്ലെങ്കിൽ ഞാൻ 2.8 ഇൻറ്റു 10⁻⁻19 കൂളം. ആ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമോ? ഇല്ല. അതേപോലെ 3.5 കഴിഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല. കാരണം 3.2 കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 4.8. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയാം? ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ. Clear?